വിദേശ സഞ്ചാരികൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. 99.9% വിദേശ സഞ്ചാരികളും ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. എന്നാൽ 0.1% ചില പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ആഘോഷിക്കുകയല്ലേ ആ പ്രശ്നങ്ങൾ. എവിടെയെങ്കിലും ഒരു വിദേശ സഞ്ചാരിക്ക് ഒരു പ്രയാസമുണ്ടായാൽ ഉണ്ടാവാൻ ഒന്നുപോലും പാടില്ല. അത് വലിയ നിലയിലേക്കുള്ള വാർത്തകളായി മാറുന്നു. എന്നാൽ തിരിച്ച് വിദേശ സഞ്ചാരികളെ 99.9% ആളുകളുടെയും പോസിറ്റീവ് എക്സ്പീരിയൻസ് എവിടെയെങ്കിലും വാർത്തയാവുന്നുണ്ടോ? നമ്മൾ നെഞ്ചത്ത് കൈവച്ച് ആത്മപരിശോധന നടത്തേണ്ട സാധനമല്ലേ, കാര്യമല്ലേ? ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ വന്ന് തിരികെ പോയ ഒരു വനിതാ സഞ്ചാരി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഒരു കുറിപ്പാണിത്. ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ ചുരുക്കി പറയുകയാണ്. കേരളത്തിലേക്ക് വരുന്നത് എനിക്ക് പുതിയ കാര്യമല്ല. 2023 വർക്കല, തിരുവനന്തപുരം, കോവളം എന്നിവിടങ്ങളിൽ സന്ദർശിച്ചിരുന്നു. എന്നാൽ ഇത്തവണ 2025 മൂന്നാറിൽ എത്തിയപ്പോഴും അനുഭവം അതുല്യമായിരുന്നു. ഞാനും എൻ്റെ വനിതാ സുഹൃത്തും മാത്രമായി യാത്ര ചെയ്തെങ്കിലും ഒരിക്കൽ പോലും സുരക്ഷിതമല്ലെന്നോ അന്യമായൊരിടമെന്നോ തോന്നിയില്ല. ഇവിടുത്തെ നാട്ടുകാർ അത്യന്തം സൗഹാർദ്ദപരവും സഹായം നൽകുന്നവരുമായിരുന്നു. ആരും അസ്വസ്ഥമാക്കുന്ന രീതിയിൽ പെരുമാറിയില്ല. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്. ഭാഷാ തടസ്സമുണ്ടായിരുന്നെങ്കിലും ഇവിടുത്തെ മനുഷ്യർ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് സംസാരിച്ചത്. കൃത്രിമമല്ലാത്തതായ നിലയിൽ ഇടപെട്ടു. ആ മനസ്സ് തന്നെയാണ് കേരളത്തെ പ്രത്യേകമാക്കുന്നത്. 2 പ്രാവശ്യം ഞാൻ കേരളം സന്ദർശിച്ചപ്പോഴും തിരിച്ചറിഞ്ഞത് ഇത് ശുചിത്വവും സുരക്ഷിതത്വവും മനോഹരമായ സംസ്കാരവും നിറഞ്ഞൊരു ഭൂമിയാണ്. കേരളം ഓരോരുത്തർക്കും എന്തെങ്കിലും നൽകുന്ന സ്ഥലമാണ്. എന്തെങ്കിലും നൽകുന്ന സ്ഥലം. പ്രകൃതിയുടെ സൗന്ദര്യം, മനസ്സു തുറന്ന മനുഷ്യർ, പുതുമയും സമാധാനവും എല്ലാം ഇവിടെ ഒത്തുചേരുന്നു. കേരളം ഇങ്ങനെ തന്നെ ശുചിത്വവും സുന്ദരതയും സുരക്ഷിതത്വവും കാത്തു സൂക്ഷിക്കട്ടെ. എല്ലാ സ്ത്രീകളും എവിടെയായാലും യാത്ര ചെയ്യുമ്പോൾ സുരക്ഷിതമാണെന്ന് ആത്മവിശ്വാസമുണ്ടാകട്ടെ. ഇത് അവരുടെ പോസ്റ്റാണ്. അത് വന്നത് റിപ്പോർട്ട് ചെയ്തത് ടൈംസ് നൗ ആണ്. പക്ഷെ നമുക്ക് ഉറപ്പിച്ച് പറയാനാകും, കേരളത്തിൽ നിർഭയം സ്ത്രീകൾക്ക് കൂട്ടമായും ഒറ്റക്കും സഞ്ചരിക്കാൻ പറ്റുന്ന നാടാണ്. ഇന്ത്യയിൽ ക്രമസമാധാന നില ഭദ്രം എന്ന് നമ്പർ 1 സ്റ്റേറ്റായി പറയാൻ പറ്റുന്ന സ്റ്റേറ്റ് കേരളമാണ്. അവിടെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് അപ്രോച്ച് പല ഘട്ടങ്ങളിലും വരുന്നത്. അത് നമ്മളെല്ലാവരും ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ്. കൂടുതൽ പറയുന്നവരായിട്ടല്ല, കേൾക്കുന്നവരായി മാറാനാണ് ടൂറിസം വകുപ്പ് ആഗ്രഹിക്കുന്നത്. വി ആർ ട്രൈങ് ടു ബി എ ഗുഡ് ലിസണർ. അതിന് വലിയ ഫലവും ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടനെ കോവിഡ് രൂക്ഷമായി. നമുക്ക് തൊട്ടടുത്ത വീട്ടിലേക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. അപ്പോൾ പിന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അവിടെ പോകലൊക്കെ ആലോചിക്കാൻ വേണ്ടി പോലും പറ്റാത്ത സാധനമാണ്. ടൂറിസം സെക്ടർ വാസ് ഇൻ വെന്റിലേറ്റർ. ആ നിലയിലായിരുന്നു ടൂറിസത്തിൻ്റെ സ്ഥിതി. പക്ഷേ ക്രൈസിസ് എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുകയായിരുന്നില്ല സർക്കാർ ചെയ്തത്. ആ പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കാം, പ്രതിസന്ധികളെ എങ്ങനെ ഒരു അവസരമാക്കി മുന്നോട്ട് പോകാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ചിന്തയെ നയിച്ചത്. അതിന് ഞങ്ങൾ ആദ്യം തിരഞ്ഞെടുത്തത് കേൾക്കുക എന്നുള്ള സമീപനമാണ്. കേൾക്കാൻ തയ്യാറാവുക. അന്ന് തുടക്കത്തിൽ ഇതുപോലെ വലിയ സെമിനാറൊന്നും നടത്താൻ വേണ്ടി പറ്റില്ല, കാരണം കോവിഡ് രൂക്ഷമായിരുന്നു. അപ്പോൾ ഓൺലൈനിലൂടെ കേട്ടു, വ്യക്തിപരമായി കേട്ടു. ടൂറിസം ഇൻഡസ്ട്രിയിലെ വിവിധ മേഖലകളിലവർ പറയുന്നത് കേട്ടു. ആ കേൾവിയാണ്, ആ ആറ്റിറ്റ്യൂഡാണ്, ആ ആറ്റിറ്റ്യൂഡിൽ ലഭിച്ച വലിയ നിലയിലേക്കുള്ള അറിവാണ് ഇന്ന് കേരളത്തിലെ ടൂറിസത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണമായി മാറിയിട്ടുള്ളത്. അന്ന് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, വിമർശനങ്ങൾ ഒക്കെ നൽകാൻ തയ്യാറായ ടൂറിസത്തെ സ്നേഹിക്കുന്ന എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതും കേൾക്കാൻ തന്നെയാണ്. ഇത് കേൾക്കാൻ തീരുമാനിച്ചത് ടൂറിസം വകുപ്പ് മാത്രമല്ല, മന്ത്രിസഭയാകെ വിവിധ വകുപ്പുകളിൽ നേരത്തെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ കഴിഞ്ഞു പോയതിനേക്കാൾ പ്രാധാന്യം, കഴിഞ്ഞു പോയത് അറിയിക്കുക, 9-9.5 വർഷക്കാലത്തെ കാര്യങ്ങൾ അറിയിക്കുക. അതോടൊപ്പം വിഷൻ 2031
ഒരു 5 വർഷം അപ്പുറത്തേക്ക് ഓരോ വകുപ്പിൻ്റെയും ചിത്രം എന്തായിരിക്കണമെന്നുള്ള മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം നടപ്പിലാക്കണം. ഇതും ഒരു കേൾക്കലാണ്. 5 വർഷം എങ്ങനെയായിരിക്കണം ടൂറിസം ഇനി പോകേണ്ടത് എന്നുള്ളത് വിവിധ സെഷനുകളിലായി 8 സെഷനുകളിലായി നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അത് തീർച്ചയായിട്ടും ഏറെ കരുത്തുള്ളതായി മാറും. നയരേഖ എന്ന് പറഞ്ഞ് വളരെ വേഗത്തിൽ ഞാൻ വായിച്ചു പോവുകയാണ്. ബാക്കി നിങ്ങൾ ഇതിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. വ്യത്യസ്തമായ അനുഭൂതി തേടിയിട്ടുള്ളതാണ് ഓരോ സഞ്ചാരിയുടെയും യാത്രകൾ. നല്ല അനുഭവങ്ങൾ സമ്മാനിക്കുന്ന പ്രദേശങ്ങളെ തിരഞ്ഞെടുത്ത് സഞ്ചാരികൾ അവിടേക്ക് യാത്ര ചെയ്യും. ലോകത്തെ ഓരോ സഞ്ചാരിയുടെയും വിരൽത്തുമ്പിലേക്ക് കേരളമെന്ന ടൂറിസം കേന്ദ്രത്തെ എത്തിക്കുക എന്ന ദൗത്യമാണ് ആത്യന്തികമായി നമുക്ക് നിർവഹിക്കുവാനുള്ളത്. ടൂറിസത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിയാൽ വൈവിധ്യങ്ങളായ ചേരുവകൾ അടങ്ങിയതാണ് കേരളമെന്ന ഡെസ്റ്റിനേഷൻ. ഭൂപ്രകൃതി, കാലാവസ്ഥ, സംസ്കാരം, കല, ഭക്ഷണം, ഇങ്ങനെ എല്ലാവരെയും ആകർഷിക്കുവാൻ കഴിയുന്ന ചേരുവകൾ കേരള ടൂറിസത്തിൻ്റെ പ്രത്യേകതയാണ്. കേരളത്തിൻ്റെ ഭക്ഷണത്തിന് ഇപ്പോൾ അടുത്താണ് ഒരു അംഗീകാരം കിട്ടിയത്. 2 ദിവസം മുമ്പ് വലിയൊരു ഇൻ്റർനാഷണൽ തലത്തിലുള്ളൊരു അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചേരുവകളിൽ നിന്നാവണം കേരള ടൂറിസത്തെ നമുക്ക് വളർത്തിയെടുക്കുവാൻ. കേരള ടൂറിസത്തെക്കുറിച്ചൊരു അവലോകനം നടത്തിയാൽ അന്താരാഷ്ട്ര തലത്തിലൊരു പ്രധാന ബ്രാൻഡായി അംഗീകരിക്കപ്പെട്ടതാണ് കേരള ടൂറിസം എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വിദേശ സഞ്ചാരികളുടെയും ആഭ്യന്തര സഞ്ചാരികളുടെയും ടൂറിസം കേന്ദ്രങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ കേരള ടൂറിസം ഇപ്പോൾ മുൻപന്തിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ സംസാരത്തിൽ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഞാനത് ആവർത്തിക്കുന്നില്ല. കോവിഡാനന്തരം ടൂറിസം വിപണിയുടെ അഭിരുചികൾ മാറിയപ്പോഴും സുസ്ഥിര ടൂറിസം വികസന മാതൃകകൾ സൃഷ്ടിച്ച് കേരളം വലിയ മുന്നേറ്റം തന്നെ നടത്തി. അപ്ഡേഷൻ, ഇന്നോവേഷൻ, ഇത് രണ്ടുമില്ലാതെ ടൂറിസം ഇല്ല. അനുദിനം കാര്യങ്ങൾ പുതിയ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് മനസ്സിലാക്കി അപ്ഡേറ്റ് ചെയ്തു പോവുക എന്നുള്ളത് ഓരോ മേഖലയിലും പ്രധാനപ്പെട്ട കാര്യമാണ്. ടൂറിസത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ഐഡിയാസ് നടപ്പിലാക്കി മുന്നോട്ട് പോയാലാണ് ടൂറിസം മുന്നോട്ട് പോവുക എന്നാണ് വേഗതയിൽ മുന്നോട്ട് പോവുക എന്നാണ് കേരള ടൂറിസം കാണുന്നത്. വിദേശ ടൂറിസ്റ്റുകളുടെ വരവ് പൂർണ്ണരൂപത്തിലാകുന്നതോടെ കേരള ടൂറിസം വൻ വളർച്ച നേടുമെന്നാണ് വിലയിരുത്തുന്നത്. അതിന് സാധ്യമാകുന്ന രീതിയിൽ കേരള ടൂറിസത്തെ സജ്ജമാക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം. നിലവിൽ കേരളത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ വലിയൊരു ശതമാനം സംഭാവന ചെയ്യുന്നത് ടൂറിസമാണ്. ഇത് സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന മേഖലകളിലൊന്നായി ടൂറിസത്തെ അടയാളപ്പെടുത്താൻ കാരണമായി. തൊഴിൽ സേനയുടെ വലിയ ശതമാനത്തെയാണ് നേരിട്ടും പരോക്ഷവുമായി ടൂറിസം ഉൾക്കൊള്ളുന്നത്. ജനകീയ ടൂറിസത്തിൻ്റെ സാധ്യതകൾ വർദ്ധിച്ചതോടെ പ്രാദേശിക തൊഴിലും സമ്പത്തും വർദ്ധിപ്പിക്കുവാൻ ടൂറിസത്തിന് സാധിക്കുന്നുണ്ട്. ശക്തമായ സർക്കാർ പിന്തുണ, സ്ഥാപന ചട്ടക്കൂട്, ഉത്തരവാദിത്തമുള്ളതും സുസ്ഥിരവുമായ ടൂറിസം കേന്ദ്രം എന്ന നിലയിലുള്ള ആഗോള ബ്രാൻഡ്, അടിത്തറയുള്ള വൈവിധ്യമാർന്ന സ്ഥാപനങ്ങൾ, ഉയർന്ന ടൂറിസം വ്യവസായ പ്രൊഫഷണലുകളുടെയും പങ്കാളികളുടെയും ശക്തമായ ശൃംഖല, ഉയർന്ന സാക്ഷരതയും ആതിഥേയ മര്യാദയുമുള്ള ജനത എന്നിവ കേരള ടൂറിസത്തിൻ്റെ ശക്തിയാണ്. ഇത് പറയുമ്പോൾ മറ്റ് ലോകരാജ്യങ്ങൾ, നാം ടൂറിസത്തിൽ മത്സരിക്കുന്നത് ഒരു സംശയമില്ലാതെ പറയാൻ വേണ്ടി സാധിക്കും, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടല്ല, ലോകരാജ്യങ്ങളുമായിട്ടാണ് എന്നുള്ളത് തന്നെയാണ്. അത്തരം ലോകരാജ്യങ്ങളിൽ, ആ രാജ്യങ്ങളിൽ നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്, നമ്മുടെ 4th എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന മാധ്യമങ്ങൾക്ക് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ ലോകരാജ്യങ്ങളിലൊക്കെ തന്നെ നെഗറ്റീവായ ഒരു ന്യൂസ് പോലും അതാത് രാജ്യങ്ങളിലെ ടൂറിസം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് വരാറില്ല. ഇനി വരണമെങ്കിൽ തന്നെ വളരെ ആലോചിച്ചാണ് അത് പുറത്തു വരിക. എന്നാൽ ദൗർഭാഗ്യവശാൽ കേരളത്തിൽ അത് വലിയ നിലയിൽ വരുന്നു. ഇപ്പോൾ ചൂരൽമല ദുരന്തത്തെ വയനാട് ഡിസാസ്റ്റർ എന്നാണ് വിശേഷിപ്പിച്ചത്. ചൂരൽമല വയനാട് ജില്ലയിലെ ഒരു ചെറു പ്രദേശമായിരുന്നു. എന്നാൽ ദ ഹോൾ വയനാട് ഡിസ്ട്രിക്റ്റ് ഒരു കൈപ്പേറിയ അനുഭവത്തിൻ്റെ ഭാഗമായി ഉണ്ടായി. ബുക്ക് ചെയ്ത റിസോർട്ടുകളിൽ നിന്ന് പോലും ആളുകൾ ഒഴിഞ്ഞുപോയി. വയനാട് ഡിസാസ്റ്റർ എന്ന ഹാഷ്ടാഗ് വലിയ നിലയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. ആരും വയനാട്ടിലേക്ക് വരാത്തൊരു സ്ഥിതി ഉണ്ടായി. പിന്നെ നമ്മൾ ക്യാമ്പയിനിലൂടെയാണ് തിരിച്ചെടുത്തത്. വയനാടിനെ കുറിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ, ബാംഗ്ലൂരിൻ്റെ വീക്കെൻഡ് വയനാടായി മാറി. വലിയൊരു എഫേർട്ടിലൂടെയാണ് അത് വന്നത്, ഒരു ടീം വർക്കിലൂടെയാണ് അത് വന്നത്.
വയനാട്ടിലെ സിനിമാ തിയേറ്റർ, വയനാട്ടിലെ FM റേഡിയോ, വയനാട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ബാംഗ്ലൂരിലെ സിനിമാ തിയേറ്ററുകൾ, ബാംഗ്ലൂരിലെ FM റേഡിയോ, ബാംഗ്ലൂരിലെ ന്യൂസ് പേപ്പർ, വയനാട് കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ക്യാമ്പയിനിലൂടെ നേടിയെടുത്തതാണ്. അത് ഇത്തരമൊരു ക്യാമ്പയിൻ, ഇത്തരമൊരു ന്യൂസ് വന്ന സമയത്ത് വലിയ നിലയിൽ ക്ഷീണം ചെയ്തു. വിദേശ സഞ്ചാരികൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. 99.9% വിദേശ സഞ്ചാരികളും ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. എന്നാൽ 0.1% ചില പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന നിങ്ങൾ കാണുന്നില്ലേ? ആഘോഷിക്കുകയല്ലേ ആ പ്രശ്നങ്ങൾ? എവിടെയെങ്കിലും ഒരു വിദേശ സഞ്ചാരിക്ക് ഒരു പ്രയാസമുണ്ടായാൽ ഉണ്ടാവാൻ ഒന്നുപോലും പാടില്ല. അത് വലിയ നിലയിലേക്കുള്ള വാർത്തകളായി മാറുന്നു. എന്നാൽ തിരിച്ച് വിദേശ സഞ്ചാരികളെ 99.9% ആളുകളുടെയും പോസിറ്റീവ് എക്സ്പീരിയൻസ് എവിടെയെങ്കിലും വാർത്തയാവുന്നുണ്ടോ? നമ്മൾ നെഞ്ചത്ത് കൈവച്ച് ആത്മപരിശോധന നടത്തേണ്ട സാധനമല്ലേ, കാര്യമല്ലേ? ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. രാജ്യത്തെ പ്രമുഖ ഒരു മാഗസിൻ ടൈംസ് നൗ മിനിഞ്ഞാന്ന് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടു. മിനിഞ്ഞാന്ന് 2 days ബിഫോർ അത് ഞാൻ ഒന്ന് പങ്കുവെക്കുകയാണ്. നമ്മുടെ നാട്ടിൽ വന്ന് തിരികെ പോയ ഒരു വനിതാ സഞ്ചാരി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചൊരു കുറിപ്പാണ്. ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ ചുരുക്കി പറയുകയാണ്. കേരളത്തിലേക്ക് വരുന്നത് എനിക്ക് പുതിയ കാര്യമല്ല. 2023 വർക്കല, തിരുവനന്തപുരം, കോവളം എന്നിവിടങ്ങളിൽ സന്ദർശിച്ചിരുന്നു. എന്നാൽ ഇത്തവണ 2025 മൂന്നാറിൽ എത്തിയപ്പോഴും അനുഭവം അതുല്യമായിരുന്നു. ഞാനും എൻ്റെ വനിതാ സുഹൃത്തും മാത്രമായി യാത്ര ചെയ്തെങ്കിലും ഒരിക്കൽ പോലും സുരക്ഷിതമല്ലെന്നോ അന്യമായൊരിടമെന്നോ തോന്നിയില്ല. ഇവിടുത്തെ നാട്ടുകാർ അത്യന്തം സൗഹാർദ്ദപരവും സഹായം നൽകുന്നവരുമായിരുന്നു. ആരും അസ്വസ്ഥമാക്കുന്ന രീതിയിൽ പെരുമാറിയില്ല. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്. ഭാഷാ തടസ്സമുണ്ടായിരുന്നെങ്കിലും ഇവിടുത്തെ മനുഷ്യർ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് സംസാരിച്ചത്. കൃത്രിമമല്ലാത്തതായ നിലയിൽ ഇടപെട്ടു. ആ മനസ്സ് തന്നെയാണ് കേരളത്തെ പ്രത്യേകമാക്കുന്നത്. 2 പ്രാവശ്യം ഞാൻ കേരളം സന്ദർശിച്ചപ്പോഴും തിരിച്ചറിഞ്ഞത് ഇത് ശുചിത്വവും സുരക്ഷിതത്വവും മനോഹരമായ സംസ്കാരവും നിറഞ്ഞൊരു ഭൂമിയാണ്. കേരളം ഓരോരുത്തർക്കും എന്തെങ്കിലും നൽകുന്ന സ്ഥലമാണ്. എന്തെങ്കിലും നൽകുന്ന സ്ഥലം. പ്രകൃതിയുടെ സൗന്ദര്യം, മനസ്സു തുറന്ന മനുഷ്യർ, പുതുമയും സമാധാനവും എല്ലാം ഇവിടെ ഒത്തുചേരുന്നു. കേരളം ഇങ്ങനെ തന്നെ ശുചിത്വവും സുന്ദരതയും സുരക്ഷിതത്വവും കാത്തു സൂക്ഷിക്കട്ടെ. എല്ലാ സ്ത്രീകളും എവിടെയായാലും യാത്ര ചെയ്യുമ്പോൾ സുരക്ഷിതമാണെന്ന് ആത്മവിശ്വാസമുണ്ടാകട്ടെ. ഇത് അവരുടെ പോസ്റ്റാണ്. അത് വന്നത്, റിപ്പോർട്ട് ചെയ്തത് ടൈംസ് നൗ ആണ്. ഇങ്ങനെ എത്രയെത്ര വിദേശ സഞ്ചാരികൾ വളരെ പോസിറ്റീവായി കേരളത്തെക്കുറിച്ച് പറയുന്നു. അത് വാർത്തയാവുന്നുണ്ടോ? അത് എത്രത്തോളം വാർത്തയാവുന്നു? എന്നാൽ മൈക്രോ മൈനോറിറ്റി ഒന്നുപോലും ഉണ്ടാകരുത് ഒരു സംഭവത്തെ എങ്ങനെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു? ഇതൊരു ലേഡിയാണ് എഴുതിയത്. ഫോറിൻ ടൂറിസ്റ്റ്, കേരളത്തിൻ്റെ ഷീ ടൂറിസം, സ്ത്രീ സൗഹാർദ്ദ വിനോദസഞ്ചാര പദ്ധതിക്ക് കൂടുതൽ ആത്മവിശ്വാസവും കരുത്തും പകരുന്ന വാക്കുകളാണ്. കേരളത്തിലെത്തുന്ന വിദേശ സഞ്ചാരികളിൽ നിന്നും ലഭിക്കുന്ന ഇത്തരം അഭിനന്ദനങ്ങൾ നമ്മുടെ നാടിനും ടൂറിസം വകുപ്പിനും അത്യന്തം ആഹ്ലാദകരവും അഭിമാനാർഹവുമാണ് എന്നുള്ളത് ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാടിനെ കുറിച്ചാണ്. നമ്മളെ മറ്റ് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിനെയും മോശമാക്കുന്നില്ല. ദർ ആർ ഡെലിഗേറ്റ്സ് ഫ്രം അതർ സ്റ്റേറ്റ്സ് ഓൾസോ. പക്ഷെ നമുക്ക് ഉറപ്പിച്ച് പറയാനാകും, കേരളത്തിൽ നിർഭയം സ്ത്രീകൾക്ക് കൂട്ടമായും ഒറ്റക്കും സഞ്ചരിക്കാൻ പറ്റുന്ന നാടാണ്. ഇന്ത്യയിൽ ക്രമസമാധാന നില ഭദ്രം എന്ന് നമ്പർ 1 സ്റ്റേറ്റായി പറയാൻ പറ്റുന്ന സ്റ്റേറ്റ് കേരളമാണ്. അവിടെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് അപ്രോച്ച് പല ഘട്ടങ്ങളിലും വരുന്നത്. അത് നമ്മളെല്ലാവരും ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ അസ്വസ്ഥതയുണ്ടായാൽ, മനുഷ്യരാണല്ലോ വീട്ടിൽ, അത് നമ്മൾ പുറത്ത് പ്രചരിപ്പിക്കുകയോ, നമ്മൾ തന്നെ പുറത്ത് പ്രചരിപ്പിക്കുകയോ? ഇല്ലല്ലോ. എന്നാൽ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന മലയാളികൾ, ഇവിടെ വരുന്ന വിദേശ സഞ്ചാരികളാകട്ടെ, മറ്റ് സ്റ്റേറ്റിൽ വരുന്ന ആഭ്യന്തര സഞ്ചാരികളാകട്ടെ, തിരിച്ചു പോയാൽ അവരുടെ രാജ്യത്തും അവരുടെ സംസ്ഥാനത്തും കേരളത്തെക്കുറിച്ച് കേരളത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരെ പോലെ സംസാരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്.
അവിടെയാണ് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എത്രയെത്ര ഫോറിൻ ടൂറിസ്റ്റുകളുടെ വരവ് മുടക്കുന്ന വാർത്തകളായി മാറിയിട്ടുണ്ട്. എത്രയെത്ര ഫോറിൻ ടൂറിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ കേരളത്തെക്കുറിച്ച് അടിച്ചു നോക്കിയാൽ ചിലപ്പോൾ വരിക ഈ വാർത്തയാണ്. ബുക്ക് ചെയ്യേണ്ടവർ വിചാരിക്കും തൽക്കാലം അവിടേക്ക് പോകണ്ട. അപ്പം ഇത് ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. കോവിഡ് തീർത്ത പ്രതിസന്ധിയെ നമുക്ക് മുറിച്ചു കടക്കാനായി സഞ്ചാരികളുടെ വരവിൽ കോവിഡിന് ശേഷം വലിയ കുതിച്ചുചാട്ടമാണ് സാധ്യമായത്. 2021 1,91,00,000 വിനോദസഞ്ചാരികൾ കേരളം സന്ദർശിച്ചു. 2023 അത് 2,24,00,000 വളർന്നു എന്ന സന്തോഷ വിവരം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. 2024 2,29,00,000 2025 ആദ്യ 6 മാസത്തെ ട്രെൻഡ് ഈ വർഷവും റെക്കോർഡിന്റെ സൂചനകളാണ് നൽകുന്നത്. ടൂറിസത്തിൽ നിന്നുമുള്ള വരുമാനം 45,053 കോടി രൂപയിലെത്തിയതും റെക്കോർഡ് നേട്ടമായി. വിവിധ അന്താരാഷ്ട്ര അവാർഡുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടയാളപ്പെടുത്തലുകളും കേരള ടൂറിസത്തിന്റെ പെരുമ ലോകമെങ്ങും എത്തിച്ചു. ആഭ്യന്തര സഞ്ചാരികളുടെ വരവിലുണ്ടായ കുതിച്ചുചാട്ടം നിലനിർത്തുന്നതിനോടൊപ്പം വിദേശ സഞ്ചാരികളുടെ വരവ് വീണ്ടും ഉയർത്തുക എന്നുള്ള ഉത്തരവാദിത്തം നമ്മുടെ മുമ്പിലുണ്ട്. പദ്ധതികൾ, മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, വിജയസൂചികകൾ. നയരേഖ ചൂണ്ടിക്കാട്ടുന്നു, കോവിഡിന് ശേഷം ഒരു പ്രമുഖ ആഗോള ടൂറിസം കേന്ദ്രം എന്ന നിലയിൽ കേരളത്തിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനായി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയത്. സുസ്ഥിര വികസനം, അടിസ്ഥാന സൗകര്യ വികസനം, അനുഭവേദ്യ ടൂറിസം, നൂതന സംരംഭങ്ങൾ, നവീനമായ ഉൽപ്പന്നങ്ങൾ, കാലാനുസൃതമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം എന്നിവയിലാണ് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, ഇവിടെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ ഭാഗമായി ലോകോത്തര ഡെസ്റ്റിനേഷനുകളെ സജ്ജമാക്കുന്ന പദ്ധതി നടപ്പിലാക്കി. ഡിസൈൻ പോളിസി, അനുബന്ധ പ്രവർത്തനങ്ങൾ, സിനിമാ ടൂറിസം, നൂതന അഡ്വഞ്ചർ ടൂറിസം പദ്ധതികൾ, ഡെസ്റ്റിനേഷൻ ചാലഞ്ച്, പൈതൃക ടൂറിസം പദ്ധതികളുടെ വ്യാപനം, കാരവൻ, ഹെലി, ക്രൂയിസ് ടൂറിസം, ബയോഡൈവേഴ്സിറ്റി, ലിറ്റററി സർക്യൂട്ട് തുടങ്ങിയ പദ്ധതികൾ ഈ കാലയളവിൽ അന്തർദേശീയ ശ്രദ്ധ നേടി. ഇവിടെ ഡിസൈൻ പോളിസിയെക്കുറിച്ച് പറയുമ്പോൾ ആർക്കിടെക്ട് അസോസിയേഷൻ്റെ ഭാരവാഹികളുണ്ട്, ഇതിൻ്റെ പാനലിസ്റ്റായി വന്നവരുണ്ട്. ഡിസൈൻ പോളിസി വർക്ക്ഷോപ്പ് അത് പൂർണ്ണമായും നടപ്പിലാക്കാനായിട്ടില്ല. അതിൻ്റെ തീരുമാനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് 2 ദിവസം നീണ്ടു നിന്ന മികച്ച പാനലിസ്റ്റുകൾ പങ്കെടുത്ത ഡിസൈൻ പോളിസി വർക്ക്ഷോപ്പ് അതിൻ്റെ റിസൾട്ടാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞ കൊല്ലത്തെ പൊതുമരാമത്ത് വകുപ്പ് പാലത്തിനടിയിലുള്ള വി പാർക്ക്. അത് ഇന്നൊരു മാറ്റമായി. കേരളത്തിൻ്റെ പ്രത്യേകത എന്താണ്? തൊഴിലിൻ്റെ സ്വഭാവം ലോകത്ത് മാറിയതുപോലെ കേരളത്തിൽ മാറുന്നു. ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്ന സമയം ഒരു 8 മണി 9 മണിയായി മാറുന്നു. പുറത്തേക്ക് ഫാമിലിയായിട്ട് പോകണം, എവിടേക്ക് പോകും? ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് സിനിമ സെക്കൻഡ് ഷോനോ പോലെ 9:30 മണിക്ക്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ശനിയാഴ്ച ദിവസം സ്കൂളിൽ പഠിക്കുമ്പോൾ ശനിയാഴ്ച ദിവസം പാപ്പ ഒരു സിനിമക്ക് കൊണ്ടുപോകുന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കാറുണ്ട്. അതാണ് മാക്സിമം എൻജോയ്മെൻറ്റ്. ഇന്ന് സിനിമകളുണ്ട്, പക്ഷേ പുറത്ത് പോകണം, ഫാമിലിയായിട്ട് പോകണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകണം, സ്ഥലമുണ്ടോ? നൈറ്റ് ലൈഫ് കേരളത്തിൽ അനിവാര്യമാണ്. നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ പലരും ധരിക്കുന്നത് എന്താണ്? അരാജകത്വ പ്രവണതകൾക്ക് വേണ്ടി രാത്രിയെ ഉപയോഗപ്പെടുത്തുന്നതിന് ഉള്ള ഒരു പദ്ധതി. അതല്ല. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ പോകാം കോഴിക്കോട് ബീച്ചിലേക്ക് 24/7. രാത്രി 2 മണിക്കും 3 മണിക്കും കോഴിക്കോട് സ്ത്രീകൾ മാത്രമായി, സ്ത്രീകളും കുട്ടികളും ഫാമിലി സുഹൃത്തുക്കളായി ബീച്ചിൽ സമയം കണ്ടെത്തുന്നു. നിങ്ങൾ പോയി നോക്കൂ, അതാണ് നൈറ്റ് ലൈഫ്. ജോലി കഴിഞ്ഞ് വരുന്നവർക്ക് ഫാമിലിയായി ഒന്ന് പുറത്തു പോകാൻ കേരളത്തിൽ സ്ഥലം വേണ്ടേ? ആ സ്ഥലത്തിനാണ് ഒഴിഞ്ഞു കിടക്കുന്ന പാലങ്ങൾക്കടിയിലുള്ള സ്ഥലം, പൊന്തക്കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ്. പലരും തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന സ്ഥലം, അത് ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു. അതാണ് വി പാർക്ക്. അത് കൊല്ലത്ത് ആരംഭിച്ചു. ആ പാലത്തിൻ്റെ അടിയിൽ പഴയ സ്ഥിതി എന്താ, ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഇപ്പോൾ രാത്രി 1 മണിക്ക് 2 മണിക്ക് ആളുകൾ, ഞാൻ ഒരു ദിവസം അതിൽ പോകുമ്പോൾ പെട്ടെന്ന് കയറി നോക്കി, 11 മണിക്കാണ് അവിടെ എത്തിയത്. കുട്ടികൾ സ്കേറ്റിംഗ്, അപ്പുറത്ത് ഷട്ടിൽ കോർട്ടിൽ ഷട്ടിൽ കളിക്കുന്നു പാലത്തിനിടയിൽ, ഇപ്പുറത്ത് ചെസ്സ് കളിക്കുന്നു, ഇപ്പുറത്തൊരു മ്യൂസിക് ടീം അവിടെ ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്നു. ആ അന്തരീക്ഷം ഇങ്ങനെ 2-3 മണി വരെ ഉണ്ട് എന്നാണ്. ഇതൊരു മാറ്റമാണ്. ഡിസൈൻ പോളിസിയുടെ ഒരു പ്രൊഡക്റ്റാണത്. ഡിസൈൻ പോളിസിയുടെ പ്രൊഡക്റ്റ് കൊല്ലം വി പാർക്ക്, കൊല്ലം പാലത്തിനടിയിൽ നിന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പൊതുമരാമത്ത് വകുപ്പിൻ്റെ 50 പാലങ്ങൾ കേരളത്തിൽ ഇതിനുവേണ്ടി ഭാവിയിൽ മാറ്റിവെച്ച സന്തോഷ വിവരം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കേരളത്തിൽ വരാവുന്ന ഒരു ചേഞ്ചാണ്. സിനിമ ടൂറിസം, സിനിമകൾ നമ്മുടെ മനസ്സിൽ ചില രംഗങ്ങൾ മറക്കാൻ പറ്റാത്തതാണ്. ആ രംഗങ്ങളുള്ള സ്ഥലം, ഷൂട്ട് ചെയ്ത ഇടം
ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ലോകത്തെ ക്ലാസിക് സിനിമകൾ, പല സിനിമകളുടെയും ഷൂട്ട് ചെയ്യപ്പെട്ട സ്ഥലം പിന്നീട് ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. എന്തുകൊണ്ട് കേരളത്തിൽ അങ്ങനെ മാറ്റിക്കൂടാ? അതിന് തുടക്കം കുറിച്ചതാണ് സിബി മലയിൽ സംവിധാനം ചെയ്ത, ലോഹിതദാസ് തിരക്കഥ എഴുതിയ, മോഹൻലാൽ സേതുമാധവനായി തകർത്ത് അഭിനയിച്ച കിരീടം സിനിമയിലെ കിരീടം പാലം. അത് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നു. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഇതിനു വേണ്ടി ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റി ഒരു വലിയ പദ്ധതി അവിടെയും വരാൻ വേണ്ടി പോകുന്നു. ബീച്ച് ടൂറിസം നമുക്ക് മനോഹരമായ ബീച്ചുണ്ട്, നമുക്ക് ഡെവലപ്പ് ചെയ്യണം, അതിന് അഡ്വഞ്ചർ സ്പോർട്സിനെ വളർത്തണം തുടങ്ങി ഞാൻ ഓരോന്ന് എടുത്ത് പറഞ്ഞാൽ സമയം കൂടുതലാകുമെന്നുകൊണ്ട് പറയുന്നില്ല. കേരളത്തിൻ്റെ ഓണാഘോഷത്തെ നാം ഷോക്കേസ് ചെയ്യുന്നു. കമ്മ്യൂണൽ ഹാർമണി, മതസാഹോദര്യത്തിൻ്റെ പ്രതീകമായി കേരളത്തിൻ്റെ ഓണാഘോഷത്തെ മാറ്റാൻ നമുക്ക് സാധിക്കുന്നു. അത് പ്രത്യേകതയാണല്ലോ. കേരളം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മതനിരപേക്ഷ മനസ്സുള്ളവരുടെ നാടാണ്. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിക്കൊള്ളട്ടെ, മതരഹിതമായി നിലകൊള്ളുന്നവരായിക്കൊള്ളട്ടെ, അവിടെ സ്വസ്ഥവും സുഖകരവുമായി ഇവിടെ ആളുകൾ ജീവിക്കുന്നു. കലഹങ്ങളില്ല, കലാപങ്ങളില്ല. അതിൻ്റെ ഒരു പ്രതീകമാണ് ഓണാഘോഷം. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഫെസ്റ്റിവലുകൾ കാണാൻ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നത് പോലെ എന്തുകൊണ്ട് ഓണവും ഓണാഘോഷവും കാണാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾക്ക് വന്നുകൂടാ? അതിനെ നാം ഷോക്കേസ് ചെയ്യണ്ടേ, മാർക്കറ്റ് ചെയ്യണ്ടേ? ഇത്തവണ ആദ്യമായി 10 രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഓണത്തിന് ആളുകൾ വരാൻ വേണ്ടി ഒരു വർഷം മുമ്പ് തന്നെ ക്യാമ്പയിൻ ആരംഭിച്ചു. ഇത്തവണത്തെ ഓണാഘോഷത്തിന് അതിൻ്റെ ഭാഗമായി 10 രാജ്യങ്ങളിൽ നിന്നും നിരവധി സഞ്ചാരികൾ വന്നു. അത് ഇനിയും വർദ്ധിപ്പിക്കണം. നിരവധി പദ്ധതികൾ, ഞാൻ ഓരോന്ന് എടുത്ത് പറയുന്നില്ല, വലിയ ഒരു സമയം അതിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. PPP നടപ്പിലാക്കൽ, ടിം ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റിലൂടെ നടപ്പിലാക്കി. ടൂറിസം മേഖലയിലെ സ്വകാര്യ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായി ടൂറിസം നിക്ഷേപ ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിച്ചു. ഇവിടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ഏറ്റവും അധികം 5 സ്റ്റാർ ഹോട്ടൽ കേരളത്തിലാണ്. അതിൽ മറ്റൊരു പ്രത്യേകത ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഗ്രാമപഞ്ചായത്തിൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥലത്ത് വന്ന ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യുന്നതിൻ്റെ പരിപാടിയിൽ അധ്യക്ഷനായി ഞാനൊരു കാര്യം സംസാരിച്ചിരുന്നു, ആ പഞ്ചായത്തിനെ കുറിച്ച്. ഇനി സിംഗിൾ ഗ്രാമപഞ്ചായത്ത് 3 5 സ്റ്റാർ ഹോട്ടൽസ്. ഉദുമ എന്ന ഗ്രാമപഞ്ചായത്തിൽ മാത്രം ഇത് 3ാമത്തെ 5 സ്റ്റാർ ഹോട്ടലാണ്. 3ാമത്തെ 5 സ്റ്റാർ ഹോട്ടൽ. ഇന്ത്യയിലൊരു സ്ഥലത്ത് അങ്ങനെ ഉണ്ടാവില്ല. ആദ്യ 2 5 സ്റ്റാർ ഹോട്ടൽ വിജയകരമായി, 3ാമത്തെ പറഞ്ഞപ്പോൾ പലർക്കും അത്ഭുതം. പിന്നീട് പലരും വന്ന് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. 3 5 സ്റ്റാർ ഹോട്ടൽ ഒരു ഗ്രാമപഞ്ചായത്ത്. മാറ്റങ്ങൾ ഇതിൻ്റെ ഭാഗമായി വരുന്നു. 5 സ്റ്റാർ ഹോട്ടലുകൾ മാത്രമല്ല, സാധാരണ ചെലവിൽ റൂം എടുക്കാൻ വേണ്ടി പറ്റാൻ ഹോം സ്റ്റേ ഇളവുകൾ. പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൗസ് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു 2021 നവംബർ 1 മുതൽ. ഈ നവംബർ 1-ന് 4 വർഷമാകുമ്പോൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ 183 റെസ്റ്റ് ഹൗസുകൾ, അത് കാട് പിടിച്ച് കിടക്കുന്ന റെസ്റ്റ് ഹൗസുകളായിരുന്നല്ലോ. ഓൺലൈൻ ബുക്കിങ്ങുകളിലൂടെ ഗവൺമെൻറ്റിന് അധികമായി ലഭിച്ച വരുമാനം 30 കോടിയോളം രൂപയാണ് എന്നുള്ളത് ഞാൻ അവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഹോസ്പിറ്റാലിറ്റി എന്ന പ്രശ്നത്തെ മറികടക്കാൻ ശ്രമിക്കുന്നു. ആക്സസിബിലിറ്റി മറ്റൊരു പ്രധാന പ്രശ്നം. ദേശീയപാത 66 യാഥാർത്ഥ്യമാകുന്നു. ഒരു കാലത്ത് മുടങ്ങിയ പദ്ധതിയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 2016 ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നപ്പോൾ ദേശീയപാത വികസനത്തിന് വേണ്ടി ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് പണം ചെലവഴിക്കാൻ തയ്യാറായി. അത് ഒരു പ്രത്യേക അവസ്ഥയിലാണ്. ആ പദ്ധതി മുടങ്ങാതിരിക്കാൻ 5600 കോടി രൂപ ചെലവഴിക്കുന്നു. ഇപ്പോൾ ആ പദ്ധതി മുന്നോട്ട് പോകുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സ്വപ്ന പദ്ധതി പ്രിയപ്പെട്ടവരെ 450 കിലോമീറ്റർ പ്രവൃത്തി പൂർത്തീകരിച്ചു എന്ന സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആക്സസിബിലിറ്റിക്ക് പുതിയ റോഡുകൾ, പുതിയ പാലങ്ങൾ, പുതിയ കെട്ടിടങ്ങൾ. പശ്ചാത്തല വികസന മേഖലയിൽ 9.5 വർഷത്തിനിടയിൽ കേരളത്തിൽ വന്ന മാറ്റത്തെ ഒരു മാജിക് എന്ന് വിശേഷിപ്പിക്കുക. അത്രയേറെ മാറ്റങ്ങൾ. ടൂറിസം ഇൻഡസ്ട്രിയുടെ വികാസത്തിന് ഏറ്റവും വേണ്ട ഹോസ്പിറ്റാലിറ്റി, ആക്സസിബിലിറ്റി എന്നീ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഇടപെടൽ പൊതുവെ നടത്തി വരുന്നു. ഫ്യൂച്ചർ എന്നുള്ള നിലയിൽ 2031 ആകുമ്പോഴേക്കും കേരളത്തെ ആഗോളതലത്തിൽ മത്സരക്ഷമവും സുസ്ഥിരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിനുമുള്ള ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റിയെടുക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് കരട് നയരേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തനത് ടൂറിസത്തിൽ കേരളത്തിൻ്റെ കരുത്തായ പ്രകൃതി വൈവിധ്യങ്ങൾ, സാംസ്കാരിക സമ്പന്നത, ഉത്തരവാദിത്ത ടൂറിസം എന്നിവ ഊന്നൽ നൽകിക്കൊണ്ടുള്ള നയ സമീപനമാണ് മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉയർന്നു വരുന്ന ആഗോള പ്രവണതകളുമായി പൊരുത്തപ്പെടുന്ന നിലയിൽ ഈ വികസന പ്രവർത്തനങ്ങളെ സംയോജിപ്പിച്ച് മുന്നോട്ട് പോകും എന്നുള്ളത് ചൂണ്ടിക്കാട്ടുന്നു.
കരട് നയരേഖ താഴെ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ലക്ഷ്യമിടുന്നു. വിദേശ സഞ്ചാരികളുടെ വരവിൽ കോവിഡിന് ശേഷം ഇനിയും മുന്നേറ്റം സൃഷ്ടിക്കാനുള്ള ശ്രമം. വർഷത്തിലെല്ലാ സമയവും ഉയർന്ന മൂല്യമുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ കേരളത്തെ റീബ്രാൻഡ് ചെയ്യൽ. സുസ്ഥിരവും പരിസ്ഥിതിക്ക് അനുയോജ്യവുമായ ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കൽ. സമഗ്രമായ ആസൂത്രണത്തോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വികസനവും മാനേജ്മെന്റ് സംഘടിപ്പിക്കുക. വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ നിയന്ത്രണം, മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് എന്നിവയ്ക്കായി നൂതനാശയങ്ങളും ഡിജിറ്റൽ സങ്കേതങ്ങളും ഉപയോഗപ്പെടുത്തുക. പ്രാദേശിക തൊഴിലും സമ്പദ് വ്യവസ്ഥയും ശക്തിപ്പെടുത്തുന്ന തരത്തിൽ ജനകീയ ടൂറിസം വ്യാപകമാക്കുക. കേരള ടൂറിസത്തിന്റെ ആഗോള മാർക്കറ്റ് വിപുലപ്പെടുത്തുക. കേരളത്തെ ഒരു ഡെസ്റ്റിനേഷനായി മാറ്റി മാർക്കറ്റിംഗ് ആസൂത്രണം ചെയ്യുക. ഇതിലേക്ക് നയിക്കാൻ പൊതുപശ്ചാത്തല മേഖലയെ കൂടി ഉപയോഗപ്പെടുത്തും. സർക്കാരിന്റെ പൊതുവികസന കാഴ്ചപ്പാടിനോടൊപ്പം ചേർന്ന് മറ്റു വകുപ്പുകളെ യോജിപ്പിച്ച് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിന് ശ്രമിക്കും. ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള ഡിസൈൻ റോഡുകളും എയർ സ്ട്രിപ്പുകളും ഹെലിപാഡുകളും ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തൽ. ജലപാതകളും തുറമുഖങ്ങളും ഉൾനാടൻ ജലപാതകൾ, ഫെറി ടെർമിനലുകൾ എന്നിവ വിപുലീകരിക്കുക. മെറീനുകൾ, ക്രൂയിസ് ടെർമിനലുകൾ സജ്ജമാക്കുക. ഡാമുകളിൽ സീപ്ലെയിൻ സ്റ്റേഷനുകളുടെ വികസനം. എയർ സ്ട്രിപ്പ് ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തുക. ഉയർന്ന നിലവാരമുള്ള റിസോർട്ടുകൾ, ബഡ്ജറ്റ് താമസ സൗകര്യങ്ങൾ, അമ്യൂസ്മെന്റ് പാർക്കുകൾ, റോപ്പ് വേകൾ, സഫാരി പാർക്കുകൾ, വെൽനസ് സെന്ററുകൾ, കൺവെൻഷൻ ഹാളുകൾ എന്നിവ സ്വകാര്യ പങ്കാളിത്തത്തോടെ ശക്തിപ്പെടുത്തുക. പൊതുപശ്ചാത്തല സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക. ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ, വൈഫൈ, ഹോട്ട്സ്പോട്ടുകൾ, മൊബൈൽ കണക്ടിവിറ്റി തുടങ്ങി ഞാനത് വിശദീകരിക്കുന്നില്ല. ഇത്തരം അടിസ്ഥാന സൗകര്യ വികസനം യാഥാർത്ഥ്യമാക്കുന്നതിന് അനുസൃതമായ പ്രത്യേക ഇടനാഴികൾ രൂപപ്പെടുത്തും. ടൂറിസം കേന്ദ്രങ്ങളിൽ അധിഷ്ഠിതമായ രീതികളിൽ നിന്നും അനുഭവാധിഷ്ഠിത ടൂറിസത്തിലേക്കുള്ള മാറ്റം വരാൻ പോകുന്നത്. അതിന് സഹായകരമാകുന്ന രീതിയിലാകും ഇടനാഴികൾ രൂപപ്പെടുന്നത്. ഓരോ ഇടനാഴിയിലും ഓരോ ഉൽപ്പന്നങ്ങൾ കൂടി സജ്ജമാക്കും. തീരദേശ ഇടനാഴി ക്രൂയിസ് ഫോർ എക്സാമ്പിൾ, തീരദേശ ഹൈവേ ഇടനാഴി സൈക്കിൾ ടൂറിസം, ജലപാതകളും കനാലുകളും. തീരദേശ ഹൈവേ 600ഓളം കിലോമീറ്ററാണ്. ജലപാതകളും കനാലുകളും, ഇടനാഴി, ഹൗസ് ബോട്ടുകൾ, സീപ്ലെയിനുകൾ, ആംഫിബിയൻ വാഹനങ്ങൾ. ജലപാതകൾ കോവളം മുതൽ ബേക്കൽ വരെ കേരളത്തിൽ വരാൻ വേണ്ടി പോകുന്നു. ദേശീയപാത ഇടനാഴി, കാരവൻ ടൂറിസം, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ഹെലി ടൂറിസം ഇടനാഴി, മികച്ച കണക്ടിവിറ്റിക്കായി ഹെലിപോർട്ടുകളും ഹെലിപാഡുകളും. കുന്നിൻ പ്രദേശങ്ങളിലൂടെയുള്ള ഹിൽ ഹൈവേ കോറിഡോർ, കാരവൻ റൂട്ടുകൾ, റെയിൽവേ കോറിഡോർ, വിസ്റ്റഡോം ട്രെയിനുകൾ. ഇത്തരം സർക്യൂട്ടുകളുടെ വികാസത്തിൽ കേരളത്തിന് തനത് ശൈലികളെ ഉൾപ്പെടുത്തുന്നതിനുള്ള സവിശേഷ ശ്രദ്ധയുണ്ടാകും. ഇത്തരം വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം ടൂറിസം രംഗത്തെ കേന്ദ്രീകരിച്ചുള്ള വികസന പദ്ധതികളും ആസൂത്രണം ചെയ്യും. സന്ദർശകരിൽ താല്പര്യമുണർത്തുന്നതിനും സഞ്ചാരികളിൽ വർഷം മുഴുവനുമുള്ള ആവശ്യകതയും വർദ്ധിപ്പിക്കുന്നതിനുമായി വെൽനസ്, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അത് വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഇതിലേക്ക് കടക്കുന്നില്ല. പൈതൃകം, സാഹസികത, കായൽ, സംസ്കാരം എന്നിവയുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന തീമാറ്റിക് ടൂറിസം സർക്യൂട്ടുകൾ വികസിപ്പിക്കും. ക്യാരിയിങ് കപ്പാസിറ്റി അടിസ്ഥാനമാക്കിയുള്ള മാസ്റ്റർ പ്ലാനുകൾ, ദീർഘകാല മെയിൻ്റെനൻസ് ചട്ടക്കൂടുകൾ എന്നിവയുൾപ്പെടെ സുസ്ഥിരമായ അടിസ്ഥാന സൗകര്യങ്ങളും ടൂറിസം കേന്ദ്രങ്ങളുടെ മാനേജ്മെന്റ് സംവിധാനങ്ങളും സ്ഥാപിക്കുക. ടൂറിസം വികസനം എല്ലായിടത്തും ഒരുപോലെ വ്യാപിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക. ഓവർ ടൂറിസത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഡെസ്റ്റിനേഷൻ പ്ലാനുകൾ തയ്യാറാക്കുക എന്നിവ ലക്ഷ്യമാണ്. ഡെസ്റ്റിനേഷൻ ചാലഞ്ചിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ടൂറിസ്റ്റ് സീസൺ അവധി ദിവസങ്ങളിൽ മുതലായ സമയങ്ങളിൽ കേരളത്തിലെ ടൂറിസം കേന്ദ്രം ഉണ്ടാകുന്ന അമിതമായ തിരക്ക് ലഘൂകരിക്കുന്നതിന്, നിയന്ത്രിക്കുന്നതിന് സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ മാർഗങ്ങൾ അനുവർത്തിച്ചുകൊണ്ട് അനായാസ ടൂറിസം സാധ്യമാക്കുന്ന നടപടികൾ സ്വീകരിക്കുക. ജൈവ വൈവിധ്യങ്ങളെ സംരക്ഷിച്ചും മാലിന്യമുക്തമാക്കിയും കാർബൺ ന്യൂട്രൽ സ്റ്റാൻഡേർഡിൽ പരിപാലിക്കുന്ന വിവിധ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ടുള്ള സമഗ്രമായ കാർബൺ ന്യൂട്രൽ ഗ്രീൻ ടൂറിസം നടപ്പാക്കുന്നത്. സംയോജിത സന്ദർശക മാനേജ്മെന്റ്, സ്മാർട്ട് ടിക്കറ്റിംഗ്, AR VR അനുഭവങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങി ഡിജിറ്റൽ സ്മാർട്ട് ആവാസ വ്യവസ്ഥയെ മാറ്റുന്ന മുൻഗണന. സുതാര്യമായ ഏകജാലക സംവിധാനങ്ങളുടെ സുസ്ഥിര ടൂറിസം പദ്ധതികൾ, സ്വകാര്യ നിക്ഷേപങ്ങൾ, പൊതു സ്വകാര്യ പങ്കാളിത്തം സാധ്യമാക്കുക. നിക്ഷേപങ്ങൾ ആകർഷിക്കുന്ന വ്യവസായ മേഖലയ്ക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്നതിനും ലക്ഷ്യം വെക്കുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു, ഗവൺമെന്റ് ഈസ് എ ഫെസിലിറ്റേറ്റർ. ടൂറിസം മേഖലയിൽ കേരളത്തിന് ഗവൺമെന്റ് ഒരു ഫെസിലിറ്റേറ്ററായി നടത്തേണ്ട ഇടപെടലുകൾ. പ്രാദേശിക സംരംഭകർ, ഗൈഡുകൾ, കരകൗശല വിദഗ്ധർ എന്നിവർക്കായി പരിശീലനം. ഇപ്പൊ ടൂറിസം ക്ലബ്ബ് വന്നതോടുകൂടി കേരളത്തിൽ ആയിരക്കണക്കിന് ക്യാമ്പസിലെ കുട്ടികളും യുവജനങ്ങളും ടൂറിസം ക്ലബിന്റെ ഭാഗമായി ഇടപെടുന്നു എന്നുള്ള വിവരം പ്രത്യേകം ഇവിടെ അറിയിക്കുകയാണ്. സർട്ടിഫിക്കേഷൻ, അക്കാഡമിക്, വ്യവസായ പങ്കാളിത്തം, നേതൃത്വ വികസനം, നൈപുണ്യ വികസനം എന്നിവയ്ക്കായി സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് മനുഷ്യബലശേഷി മികവും വൈജ്ഞാനിക നേതൃത്വവും വികസിപ്പിക്കും. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട മേഖലകൾക്കും പ്രത്യേക പരിശീലന പരിപാടികൾ. കേരളത്തിന്റെ ഏറ്റവും ഉയർന്ന സാധ്യതയായ ഉത്തരവാദിത്ത ടൂറിസത്തെ വ്യാപിപ്പിക്കും. ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റിയെ സ്ഥാപനമായി എന്നുള്ളതിൽ ശക്തിപ്പെടുത്തും. സൊസൈറ്റിയാക്കി ഇപ്പോൾ നമ്മൾ മാറ്റിയതാണ്. ജില്ലാ ഓഫീസുകളെ ശക്തിപ്പെടുത്തി പ്രാദേശിക പദ്ധതി
ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ ആസൂത്രണ കേന്ദ്രങ്ങളാക്കി മാറ്റും. ടൂറിസം മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി ഉത്തരവാദിത്ത ടൂറിസത്തെ ഉൾപ്പെടുത്തും. ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ വിജയിച്ച മാതൃകകൾ ലോക മാർട്ടുകളിൽ പ്രദർശിപ്പിക്കും. സ്ത്രീ സൗഹാർദ്ദ ടൂറിസത്തെ ശക്തിപ്പെടുത്തും. ഡെസ്റ്റിനേഷൻ ചാലഞ്ചിലൂടെ പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്ന പദ്ധതി തുടരും. ആഭ്യന്തര ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രമായി ഇത്തരം ഇടങ്ങളെ മാറ്റും. പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങളുടെ വികാസത്തിന് ഡിസൈനിങ്, മാർക്കറ്റിംഗ് എന്നിവയിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സഹായം ഉറപ്പാക്കും. ഇവിടെ പ്രസന്റേഷൻ ബാക്കിൽ കാണിക്കുന്നുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ വായിച്ചു പോകുന്നത്. സാഹസിക ടൂറിസം പ്രവർത്തനങ്ങൾ ഏകോപിതമാക്കുന്നതിന് സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. ഹൈക്കിംഗ്, ട്രക്കിംഗ് റൂട്ടുകളെ മാപ്പ് ചെയ്ത് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കും. ജില്ലകളിലെ ടൂറിസം പദ്ധതികളുടെ ആസൂത്രണ സമിതിയായി DTPCകളെ മാറ്റും. DTPCകളെ കൂടുതൽ പ്രൊഫഷണൽ രീതിയിലെത്തിക്കും. DTPCകളിലെ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ഹോസ്പിറ്റാലിറ്റി പരിശീലനം നിർബന്ധമാക്കും. DTPC സെക്രട്ടറിമാരെ ഇത്തവണ പ്രത്യേക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ ഫോക്കസ്ഡ് ഓൺ ടൂറിസം വെച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂയിലൂടെ നിയമിച്ചിട്ടുള്ളത്. നേരത്തെ ഡെപ്യൂട്ടേഷൻ വഴിയായിരുന്നു. അതിൻ്റെ ചില വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ടൂറിസവുമായി ഒരു ബന്ധവുമില്ലാത്ത ചിലർ DTPC സെക്രട്ടറിമാരാകുന്നു എന്നൊക്കെയുള്ള അഭിപ്രായം ചിലർ പറഞ്ഞു. മെസ്സിയെ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുത്താൽ എങ്ങനെ ഉണ്ടാകുമെന്നുള്ളത് പോലെയാണ് ചില അനുഭവങ്ങളും പറഞ്ഞു. അതുകൊണ്ടാണ് പ്യുവർലി കോൺസെൻട്രേറ്റഡ് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളെ ആ നിലയിലെടുത്തു. പൈതൃക തീർത്ഥാടന ടൂറിസത്തിൻ്റെ സാധ്യതകൾ വിപുലപ്പെടുത്തും. കേരളവുമായി ചരിത്രപരമായി ബന്ധമുണ്ടായിരുന്ന രാജ്യങ്ങൾ സ്ഥാപനങ്ങളുമായി ചേർന്ന് പൈതൃക ടൂറിസം സാധ്യതകൾ വിപുലപ്പെടുത്തും. ഇവിടെ ബഹുമാന്യരായ ഒട്ടേറെ പേർ അതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടിയുണ്ട്. കൊച്ചി ബിനാലെക്കൊപ്പം മലബാറിൻ്റെ കലാസാംസ്കാരിക പരിപാടികൾ എക്സ്പ്ലോർ ചെയ്യുന്നത് മലബാർ ബിനാലെ രൂപപ്പെടുത്തുന്നത് ആലോചിക്കും. കേരള ടൂറിസത്തിൻ്റെ പ്രത്യേകിച്ചും ബീച്ച് ടൂറിസത്തിൻ്റെ അവിഭാജ്യ ഘടകമായ ലൈഫ് ഗാർഡുകൾ മാറിക്കഴിഞ്ഞു. ലൈഫ് ഗാർഡുകളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുവാൻ കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. ബീച്ചുകളിൽ ലൈഫ് ഗാർഡ് ടെൻറ്റുകൾ നിർബന്ധമാക്കും. ഡിസൈൻ പോളിസിക്ക് അനുസൃതമായി ഉത്തരവാദിത്ത ടൂറിസത്തെ കൂടി സംയോജിപ്പിച്ച് ടൂറിസം ഗ്രാമങ്ങൾ ആരംഭിക്കുന്നതിന് ലക്ഷ്യമിടുന്നുണ്ട്. ടൂറിസം ഗ്രാമങ്ങളെ മാതൃക ഉത്തരവാദിത്ത ടൂറിസം കേന്ദ്രങ്ങളാക്കി മാറ്റും. സൊവനിയേഴ്സ് ഇതിൻ്റെ ഭാഗമായി നിർമ്മിക്കുന്ന സംഘങ്ങൾ ഇപ്പോഴുണ്ട്. അത് കൂടുതൽ നമുക്ക് ശക്തിപ്പെടുത്താൻ സാധിക്കണം. കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയുടെ നിർണായക ശക്തിയായി ടൂറിസത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലാണ് നമ്മൾ. സർക്കാരും പൊതുമേഖലയും സഹകരണ മേഖലയും സ്വകാര്യ മേഖലയും ജനങ്ങളും ഒന്നിച്ച് കൈകോർക്കുന്ന മേഖലയാണ് ടൂറിസം. ടൂറിസം കൃത്യമായ ആസൂത്രണത്തോടെ യോജിച്ച് നീങ്ങിയാൽ ടൂറിസം ഭാവി കേരളത്തെ നിർണ്ണയിക്കുന്ന നിലയിലേക്ക് മാറ്റാനാകും. അതിനുതകുന്ന നിർദ്ദേശങ്ങളാണ് ഇവിടെ പൊതുവെ ഉയർന്നു വരേണ്ടത്. ആസൂത്രണത്തോടെ യോജിച്ച് നീങ്ങിയാൽ ടൂറിസം നമുക്ക് വലിയ നിലയിലേക്ക് മാറ്റാനാകും. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൻ്റെ ഭാഗമായി പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ കാണാവുന്ന കാര്യം, കേരളത്തിലെ ടൂറിസത്തിൻ്റെ വളർച്ചയുടെ സാധ്യതകളെ എടുത്ത് പരിശോധിച്ചാൽ വേൾഡ് പുതിയ ട്രെൻഡുകളെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായാൽ ഇനിയും കേരളത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനാകും. ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ട്രെൻഡാണ് നോക്ക് ടൂറിസം. ഞാൻ നേരത്തെ പറഞ്ഞ നൈറ്റ് ടൂറിസത്തിന് ആഗോള തലത്തിൽ പറയുന്ന മറ്റൊരു പേരാണ് നോക്ക് ടൂറിസം എന്ന് നമുക്കറിയാം. രാത്രികാല മാർക്കറ്റുകൾ, കൾച്ചറൽ പ്രോഗ്രാംസ്, നൈറ്റ് സഫാരികൾ, ദീപാലങ്കൃത ഉത്സവങ്ങൾ തുടങ്ങി നോക്ക് ടൂറിസത്തിൻ്റെ അട്രാക്ഷൻ നിരവധിയാണ്. സഞ്ചാരികൾ പകൽ സമയത്തിനപ്പുറം അനുഭവങ്ങൾ തേടുന്ന ഈ ട്രെൻഡിൽ കേരളത്തിന് വളരെയധികം സാധ്യതയുണ്ട്. നമ്മുടെ നൈറ്റ് ലൈഫ് ടൂറിസത്തിൻ്റെ പരമാവധി പൊട്ടൻഷ്യൽ ഉപയോഗപ്പെടുത്താനാണ് ടൂറിസം വകുപ്പ് ശ്രമിക്കുന്നത്. പൊതുവേ ഇപ്പോൾ ഉള്ള മറ്റൊരു ട്രെൻഡ് കൂടി കേരളത്തിന് അനുയോജ്യമാണെന്ന് കൂടി എനിക്ക് തോന്നുന്നു. അത് കംകേഷൻസ് ആണ്. പൊതുവേ കാമായിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ബഹളങ്ങൾ ഒഴിവാക്കി സ്വസ്ഥമായിരിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പൊതുവെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ബഹളങ്ങളെ പരമാവധി ഒഴിവാക്കാനുള്ള അത്തരം കേന്ദ്രങ്ങളെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനാകും. കേരളത്തിൽ ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. ഓരോ പഞ്ചായത്തിലും മിനിമം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമെങ്കിലും അങ്ങനത്തെ നമുക്ക് കാണിക്കാനാകും. അവയെ വളർത്താനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്നുകൊണ്ട് നമ്മളിപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ള ഡെസ്റ്റിനേഷൻ ചാലഞ്ചിനെ നമുക്ക് നല്ല നിലയിൽ വളർത്തിക്കൊണ്ടുവരാനാകും. ഇങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ടാണ് ടൂറിസം, അതിനെ നമുക്ക് ശക്തിപ്പെടുത്താം. അപ്ഡേഷൻ ഇല്ലാതെ, ഇന്നോവേഷൻ ഇല്ലാതെ ടൂറിസത്തിന് വേഗതയിൽ കുതിക്കാനാകില്ല. അതിന് പരമാവധി ശ്രമമാണ് ഗവൺമെൻറ് നടത്തിയിട്ടുള്ളത്. എല്ലാവരും ചേർന്നുകൊണ്ടാണ് അത്തരം ശ്രമം നടത്തിയിട്ടുള്ളത്. എല്ലാവരെയും കേൾക്കുക, കലക്റ്റീവ് ലീഡർഷിപ്പായി മാറുക എന്നുള്ള ഒരു ഇടപെടലാണ് പൊതുവെ ഗവൺമെൻറ് ഇതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ളത്. അത് ഇനിയും നമുക്ക് ശക്തിപ്പെടുത്താം. എല്ലാവരും ചേർന്നുകൊണ്ട് കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ സാധ്യതയെ
മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ടൂറിസത്തിന് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിച്ചതിൻ്റെ ജീവവായു നിങ്ങളുടെ നിർദ്ദേശങ്ങളായിരുന്നു. അത് തുടർന്നും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ വിവിധ മേഖലകളിലവരുടെ എത്തിയിട്ടുണ്ട്. വിവിധ സെഷനുകളുണ്ട്. ആ സെഷനുകളിൽ നിന്ന് ഉയർന്നു വരുന്ന നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ടൂറിസം സെക്രട്ടറി ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കും. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ ഇവിടെ വരാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നൽകാനും തയ്യാറായി എത്തി എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പ്രത്യേകം അഭിവാദ്യം ചെയ്യാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പരമാവധി ചുരുക്കിയാണ് അവതരിപ്പിക്കാൻ നോക്കിയത്. ഇനി ഒരുപാട് ബാക്കിയുണ്ട്. അതുകൊണ്ട് വേഗതയിൽ പറഞ്ഞതാണ്. നിങ്ങളുടെ ചർച്ചകൾ കൂടി ഉയർന്നു വരണം. നമുക്ക് കേരളത്തിൻ്റെ ഭാവിയാണ് ടൂറിസം. കേരളത്തിൻ്റെ ഭാവി ടൂറിസമാണ്, ഒരു സംശയമില്ല. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനും ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്താനും കേരളത്തിലെ ഓരോ പൗരനും ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായി മാറാനും സാധിക്കുന്ന നില നമുക്ക് ചേർന്നുകൊണ്ട് സൃഷ്ടിക്കാം. ടൂറിസത്തിൻ്റെ വികാസത്തിന് വേണ്ടി ടൂറിസം വകുപ്പിനോടൊപ്പം നിന്ന എല്ലാവരെയും പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.